ഇന്നൊരു പുതിയ ഫാൻ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. പുതിയതെന്ന് പറഞ്ഞാൽ പഴയ ഒരു കമ്പനിയാണ്, വാട്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഫാനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മുടെ ഫാനുകൾക്ക് എത്ര ലീഫാണുള്ളത്? 3 ലീഫ്. പിന്നെ 4 ലീഫുള്ളത് നിങ്ങൾ കണ്ടിട്ട് കാണും. 4 ലീഫുള്ള ഫാനുകളും ഉണ്ട്. എൻ്റെ വീട്ടിലുണ്ട് 4 ലീഫ്. എന്നാൽ ഈ ലീഫിന് എത്ര ലീഫുണ്ട്? 5 ലീഫുണ്ട്. ഒരു കൈ ഫുള്ള് വരുന്ന ലീഫുണ്ട്. 5 ലീഫുണ്ട്. അപ്പം 5 ലീഫിന് പുറമെ ഇതിനൊരു ലൈറ്റ് ഉണ്ട്, LED ലൈറ്റ് ഇതിൻ്റെ മുഖത്തുണ്ട്, കണ്ടാ. അപ്പോൾ ഇതൊരു ഡെമോയ്ക്കായിട്ട് ഞാൻ ഇവിടെ കടയിൽ തന്നെ ഫിറ്റ് ചെയ്യുവാണ്. ഇതിൻ്റെ പ്രത്യേകത ഉണ്ട്, ഇത് ഇൻപുട്ട് ഇവിടെ ഇൻപുട്ട് സോക്കറ്റ് ഉണ്ട്, സ്ക്രൂ ചെയ്താൽ മതി. നേരെ ഇവിടെ മണ്ടേ കൂടെ സ്ക്രൂ ചെയ്ത് ഇൻപുട്ട് AC 230 കൊടുത്തു. എന്നിട്ട് ഈ പൈപ്പിനകത്തൂടെ കടത്തി പിന്നെ ഈ മെറ്റലിട്ടു. പിന്നെ ഈ ക്ലാമ്പ് മസ്റ്റായിട്ട് ഇട്ടോണം. ഈ സാധനം ഈ നെട്ട് ഊരി വന്നാലും ഒരു കാരണവശാലും ലൂസായി ഫാൻ താഴെ പോകാതിരിക്കാനുള്ള സെറ്റിപ്പിൻ പോലെയുള്ള പെണ്ണുങ്ങളുടെ മറ്റേ മുടിയെ വെക്കുന്ന അതിനടി പറയുന്നത് ക്ലിപ്പ് പോലെയുള്ള ഒരു സാധനം, ക്ലച്ച് പിൻ. എന്നാ പിന്നെങ്കിലും ആട്ടെ, പിന്നെ സ്ലിപ്റ്റ് പിൻ. അപ്പോൾ അതെല്ലാം കൂടി പിടിപ്പിക്കുകയാണ്. നമ്മുടെ ഒരു സുഹൃത്തും വന്നിട്ടുണ്ട് എന്നെ സഹായിക്കാൻ. അപ്പോൾ വയറിംഗ് ഒക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ പുള്ളി അതൊക്കെ തൂക്കിത്തരാമെന്ന് പറഞ്ഞു. ഞാൻ ഇത്രയും വണ്ണമുള്ള ആളെന്നുള്ള സ്ഥിതിക്ക് ഞാൻ മണ്ട കയറി താഴെ വീണാൽ എന്നാ ചെയ്യുമെന്നോർത്ത് ഞാൻ പുള്ളിയെ വിളിച്ച. പുള്ളിക്ക് വണ്ണക്കുറവൊന്നും ഇല്ല, എങ്കിലും എന്നേക്കാളും ദൃഢപ്രാപ്തനാണ്. ഈ പണ്ടാരം ഇറങ്ങുന്നില്ല, ഇതിനകത്തൂടെ ഇറങ്ങുന്ന അതിൻ്റെ അകത്തി കൊടുക്കാനായിട്ടായിരിക്കും. അത് തിരിച്ചായിരുന്നു. ഓക്കെ. പക്ഷേ ഇത് കയറിപ്പോവും. ഇത് തിരിച്ചായതുകൊണ്ട് കയറും, കണ്ടോണേ. ഇത് കയറും. ഓക്കെ. അങ്ങനെ തന്നെ തള്ളി എടുക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് കൊടുക്കാം. ഇച്ചിരി ആരോഗ്യവാനായ ആൾക്കുള്ളതാണ്. ഇടയ്ക്കൂടെ ഇങ്ങനെ വരണ്ട. അങ്ങനെയല്ല, അത് തന്നെ, അങ്ങനെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് കയറുന്ന അഴിക്കണം. രണ്ട് നട്ടഴിക്കണം എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഇറങ്ങുകയൊക്കെ ചെയ്യും. അതൊന്ന് കയറ്റി വിടണമെന്നുള്ള ആദ്യം കൈകിട്ട് ആ സാധനം സ്ക്രൂ ഇല്ല, അതിൻ്റെ ഒരു പുഷിങ്ങിലായിരിക്കുന്നത്. അതുകൊണ്ട് ഒരുവിധം പുഷിങ് ഇല്ലെങ്കിൽ അവസാനം മണ്ടേ തിമ്പേ കേട്ടക്കൂട്ട് ഒച്ചപ്പാടും വെള്ളവും വരും. ഇത് കണ്ടോ ഇരിക്കുന്ന TV, ഇതും കൂടെ ഒന്ന് കാണിച്ചേനെ. സാംസങ്ങിൻ്റെ 55 ഇഞ്ച് കേർവ് TV ആണ് ഇരിക്കുന്നത്. സാംസങ്ങിൻ്റെ 55 ഇഞ്ച് കേർവ് TV ഡെഡായിട്ട് വളരെ ദൂരെയുള്ളൊരു സ്ഥലത്തു നിന്ന് വന്നതാണ്. ആലുവയിൽ നിന്ന് വന്നതാണ്. ഓക്കെ, ചുടത്താലു അത്രേ ഉള്ളൂ. അങ്ങനെ ഉള്ളൂ. ഓക്കെ, ഇനി മറ്റേ തിരിച്ചിടുക. അത് പിടിച്ചോ. ഓക്കെ, ഇനിയിപ്പം ആ സാധനം കുഴപ്പമില്ലല്ലോ അല്ലേ? അത് കുഴപ്പമില്ലല്ലോ, അതിൻ്റെ നട്ടെല്ലാം കയ്യിലുണ്ടല്ലോ. അതിനി അതിലവിടെ ഇടണം. നമുക്ക് ആവശ്യം കഴിഞ്ഞ് ഇതെല്ലാം കടത്തി കഴിഞ്ഞ് ആ വിളയിൽ കൂടെ പുറത്തേക്ക് ഇടണം. അതിലെടുത്താൽ മതി. ഇത് ഡബിൾ ബോൾ ബെയറിങ്സ് മറ്റേ ഫാനിടുന്ന ഇത് മറ്റേ ഈ ആറ്റംബർഗിൻ്റെ ഒറിജിനൽ വന്ന കോടയിൽ ഇതിലും മോശം വയറാണ് കിടക്കുന്നത് അല്ലേ? മേളിൽ കണ്ടത് തീരെ മോശം വയറാണ്. ഇത് നല്ല ഗേജുള്ള വയറ്, സൂപ്പറല്ലേ? ഓക്കെ, ഇത്രേ ഉള്ളൂ. അടിപൊളി. ഇതാണെങ്കിലല്ലോ. ഇനി ലീഫ് പിടിപ്പിയിലാണ് പ്രശ്നം ജെൻസി. ഇത് ഇവിടെ ഇരുന്നാലോ ഈ TV കുഴപ്പമില്ല. മേശ ഇച്ചിരി അങ്ങോട്ട് മേശ ആ ഫാൻ വേണ്ടല്ലോ. ഫാൻ വേണ്ട, അത് മാറ്റാം. നിന്റെ സേവനം ഞങ്ങൾക്ക് തക്കാലം മതിയായി. ഇവിടെ ഇരുന്നോളൂ. അതേ ഇട്ട് വെക്കണം ഇതേ, അല്ല ഇതൊന്നും കാണുകയല്ല ആവശ്യമായിരിക്കും നോക്കുമ്പോൾ. ബാറ്ററിയൊക്കെ നമ്മുടെ അല്ലേ, 2 ആൽക്കലൈൻ ബാറ്ററി ഇട്ടേക്കാം. പിന്നെ അതാ ഏറ്റവും നല്ല കൂടുതൽ. ഇത് കണ്ടോ, ഞാൻ ഈ റിമോട്ടിനകത്ത് 2 ബാറ്ററി ഇടുക.
ഇവർ 2 ബാറ്ററി ഇട്ടിട്ടുണ്ട്, പാനാസോണിക്കിൻ്റെ സാധാരണ ബാറ്ററി. എന്നാൽ ഞാൻ പാനാസോണിക്കിൻ്റെ ബാറ്ററി കിങ് എന്ന് പറഞ്ഞാൽ എവോൾട്ട അഡ്വാൻസ്ഡ് പവർ ട്രിപ്പിൾ പാനാസോണിക് ആൽക്കലൈൻ ബാറ്ററി ആണ് ഇടുന്നത്. കാരണം ഇത് 10 വർഷത്തേന് ലീക്ക് പ്രൂഫാണ്. അപ്പോൾ റിമോട്ട് നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിയുള്ളവർ ഈ 2 ബാറ്ററി ഉപയോഗിക്കും. ഒരു ബാറ്ററിക്ക് 45 രൂപയാണ്. വേണ്ടവരിവിടെ വന്നാൽ മതി. 10 വർഷത്തേന് റിമോട്ടിൽ കിടന്നത് പൊട്ടിപ്പോകത്തില്ല. ഞാൻ ഗ്യാരണ്ടി, പാനാസോണിക്ക് ഗ്യാരണ്ടി. ഇതാണ് പാനാസോണിക്ക്. ഇത് ഇവർ തന്നിട്ടുണ്ട്, ഫ്രീ കിട്ടിയതല്ല എന്ന് പറഞ്ഞത് 15 രൂപയുടെ ബാറ്ററി. ഇതിട്ടാൽ എൻ്റെ ഈ ഫാനിൻ്റെ റിമോട്ട് എത്രയും പെട്ടെന്ന് പോകും. നാളെ ഈ റിമോട്ടും അന്വേഷിച്ച് ഞാൻ നടക്കേണ്ടി വരും. അവർ റിമോട്ടൊക്കെ തരുമായിരിക്കും. എന്നാലും ഇത് കൂട്ടി 2 ബാറ്ററി ഇട്ടാച്ചാൽ റിമോട്ട് തീർന്നു പോകുന്നോ ബാറ്ററി ലീക്കാവുന്നോ അങ്ങനെയുള്ള യാതൊരുവിധ പ്രയാസങ്ങളിലേക്കും നമ്മൾ പോകണ്ട. തുറക്കാൻ പറ്റിയല്ലോ, ഇവിടെ മുഴുവൻ സാധനമാണ് കൂടി. തിരിഞ്ഞു പോകാതെ നേരെ നേരെ സ്ക്രൂ ഡ്രൈവർ നേരെ പിടിക്കും. ഇവിടെ ഇരുന്ന് ഒരെണ്ണം കൂടെ ഉണ്ട്, പൊട്ടിച്ചത് തീർന്നാണ് ചേച്ചി? ആ, പൊട്ടിച്ചത് തീർന്ന 40. സോഞ്ചായ ഒന്ന് മുറുക്കി കൊടുത്തേ. മുറുക്കണം. സ്റ്റാർ അല്ലായിരുന്നോ? അതൊരു വാഷർ പോലെയാണ്. ചിലരതെടുത്ത് കളയുന്നതാണ്, പക്ഷെ കളയായിരിക്കുന്നതാണ് നല്ല. മാപ്പ് വന്നോ നോക്കി സോഞ്ചായ. അതുകൊണ്ട് കാണുന്നു. നമ്മുടെ ഫോൺ എടുത്തത് ആൾക്കാർ സർപ്രൈസ് ആയിപ്പോയെന്ന് ഏജൻസി പറഞ്ഞു. നമ്മളിത് എന്തായാലും നിവൃത്തി ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കല്ലേ. നമ്മളൊരിക്കലും മനഃപൂർവ്വം ഫോൺ എടുക്കാതെ ഇരുന്നിട്ടുണ്ട്. നമുക്ക് എടുക്കാൻ മേലാത്ത രീതിയിൽ അടുത്ത 24 മണിക്കൂർ കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 2:40 PM ഇതിന് ഉള്ള അറിയിപ്പാണ്. ഇപ്പം 6 മണിയായി. 24 മണിക്കൂറിനുള്ളില്ല കേട്ടോ. എനിക്ക് രാത്രിയിലായിരിക്കും സംഭവം നടക്കാൻ പോകുന്നത്. വേഗം അടച്ചിട്ട് പോയേക്കാം. ഇനിയിപ്പോൾ പണിയാൻ നിൽക്കണം. കാറ്റുണ്ടോ? കാറ്റ് പറയുന്നില്ല, ശക്തമായ മഴയെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇടിയും പറയുന്നില്ല. കേന്ദ്ര ബിജുവിന് നിങ്ങൾക്ക് വല്ല മരം വല്ല ഒടിഞ്ഞു വീണാണുണ്ടോ? അല്ല കാറ്റിന് പേടിച്ച് ചെരിഞ്ഞ നേരെ വെക്ക. കയറിയല്ല, നേരെ വെച്ചാലേ കയറുള്ളൂ. ആണ്ടെ ജോജോ വന്നിട്ടുണ്ട്. സോഞ്ചായ ക്യാമറ ഞാൻ പിടിക്കുന്നു അറിഞ്ഞതേ ഒരാളുടെ കൈ വിറയ്ക്കുന്നു. വന്നേ, എന്നാ ചെയ്യാനാന്ന് പറ. ഇതെല്ലാം ചെയ്ത് കൈ വിറയ്ക്കുന്നോ? കൊച്ചു പയ്യനല്ലേ കൈ വിറയ്ക്കും. കുഴപ്പമില്ല, നല്ലപോലെ മുറുക്കിയില്ല. പിന്നെ ഇത് കിടന്ന് പോയി. എന്നാണേലും ഇവന്മാർ വളരെ ബുദ്ധിമുട്ടിയാണല്ലോ ഇവിടെ ജിൻസി 5 ലീഫൊക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഒന്നിൻ്റെ മണ്ടയിലോട്ടൊരു ലീഫ്. ആർക്കുമ്പോൾ ശ്രദ്ധിച്ചോണ്ട് TV മുട്ടാതെ ചെരിഞ്ഞ് മാറ്റി വെച്ചാൽ. മേശ അങ്ങോട്ട് മാറ്റി വെച്ചോ? വേണ്ടെന്നേ, ഇത് മതി.
ഇത് 5 വർഷത്തെ വാറണ്ടിയാ അല്ലേ? ആ വാറണ്ടി പേപ്പർ എടുത്ത് വെച്ചാണ് കേട്ടോ എനിക്ക്. അതോ 2 വർഷം? 10 വർഷം. ലൈഫ് ലോങ് വാറണ്ടിയാണ്. കയ്യിൽ നിന്നിട്ടാണ് 5 വർഷം. സീനിയർ കൺസൾട്ടന്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ്. ഇന്നലെ വിമാനം വീണ ഒരുത്തൻ രക്ഷപ്പെട്ട് കണ്ടില്ല, അത്ഭുതകരമായി. അതെ അതെ അതെ, ആയുസ് ഉണ്ടെങ്കിൽ എന്നാ വിമാനം പൊട്ടിത്തെറിച്ചാലും കിട്ടും. അതെയോ? അനിയൻ മരിച്ചുപോയി. കഷ്ടം. ഇവന് കറക്റ്റ് അതിനെ ചാടാൻ തോന്നി, ചാടി. അതെയോ? തെറിച്ചു പോയതാ പാവം. 3 വർഷം വാറണ്ടി. 3 വർഷം വാറണ്ടി ഉള്ളൂ. കോംപ്ടൺ 5 അത് 3 അല്ലേ? എങ്ങനെയുണ്ട് പുതിയ ട്യൂബിന്റെ വെട്ടം ജനിച്ച്? കൊള്ളാം. കൂടിയില്ലേ? മറ്റേ ഒരു മങ്ങലല്ലായിരുന്നോ? ഒരു സാധനത്തിന് ലൈഫ് ഇല്ല അല്ലേ? ഇത് കുറച്ച് കഴിയുമ്പോൾ ഇടുമ്പോൾ നല്ല വെട്ടമുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ഇത് മങ്ങിപ്പോകുന്നതാണ്. കൈ എടുത്താൽ അത് ചെരിഞ്ഞ. ഒരു ലീഫും കൂടി ഉണ്ട് പിടിപ്പിക്കാൻ. നല്ല ഫാനാന്ന് തോന്നുന്നു കണ്ടിട്ട്. 5 ലീഫുള്ള ഫാൻ. നല്ല ഭംഗിയല്ലേ അതിൻ്റെ അറേഞ്ച്മെന്റ്? അറേഞ്ച്മെന്റ് നല്ല ഭംഗിയാണ്. ഇനി കറങ്ങി കഴിയുമ്പോൾ കാറ്റുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. സ്പീഡില്ലെങ്കിൽ കാറ്റ് വരുമോ? പിന്നെ മൊത്തത്തിൽ കറങ്ങുമ്പോൾ ഒരു ശേലായിരിക്കും കാണാൻ. എന്തൊരു ശേലാണ് ജീഫെല്ലാം കാണാന്. എൻ.ജി. ശ്രീകുമാർ അതിന് പാടിയ പാട്ട് മുഴുവൻ മാങ്ങാണ്ട് രീതിയിൽ പോയി. പാവം പുള്ളി ഒരു മാങ്ങാണ്ട് ഇട്ടത് 25,000 രൂപ പുള്ളിയുടെ പേര് ഫൈന്. ഇവിടെ ഓരോരുത്തന്മാർ എന്നൊക്കെ കൊണ്ടുവന്ന റോട്ടിൽ കൂടി ഇടുന്നു. അവനോടൊക്കെ എന്നാ മേടിക്കണം? മൃഗത്തിന്റെ വേസ്റ്റോ? നമ്മളെ മറ്റേ റോട്ടിലൊക്കെ എന്ത് വേസ്റ്റാ കൊണ്ടുവന്ന് തട്ടുന്നറിയാം, ഫുഡും അതും ഇതും ഒക്കെ. പിന്നെ പുള്ളി മാതൃകയായിട്ട് അടച്ചു. പുള്ളി അതിന് അപ്പീലൊന്നും പറഞ്ഞില്ല. പുള്ളിയെ പോലെ ഒരു മാതൃകയായ ഒരു മനുഷ്യനോ ചെയ്യാതിരിക്കാൻ പറ്റിയല്ലോ. വേലക്കാരിയാ? വേലക്കാരി ചെയ്താലും നമ്മുടെ കടയിലെ ജോലിക്കാരും ചെയ്താലും നമ്മൾ വേണ്ട സമാനം പറയാം. അത് വലിയ കാര്യമൊന്നുമില്ല. അതുപോലെ എല്ലാവരും അല്ല, അവൻ ഈ പ്രകൃതിയുടെ എന്തോ ഒരു വീഡിയോ എടുത്ത് ഇങ്ങനെ ബോട്ടിൽ കൂടെ പോയ സമയത്ത് ഇത് എടുത്തതൊന്നുമല്ല, യാദൃശ്യമായിട്ട് കിട്ടിയതാണ്. അപ്പം അത് പുള്ളി ഇങ്ങനെ മന്ത്രി ഇങ്ങനെ പറയുന്ന കേട്ടോണ്ട് മന്ത്രിയോട് ഇങ്ങനെ വീഡിയോ അയച്ചു കൊടുത്തു. അത് എൻ.ജി. ശ്രീകുമാറിൻ്റെ വീടാന്നറിഞ്ഞൊന്നും അയച്ചതൊന്നുമല്ല. പക്ഷെ പണി കിട്ടി. പുള്ളിക്ക് പാലും വെള്ളത്തിൽ വന്നെന്നുള്ളതേ ഉള്ളൂ. അതെ അതെ, ലോട്ടറി അടിച്ചു. യേശാസ് കഴിഞ്ഞാൽ പിന്നെ പുള്ളി തന്നെയാണ് പാട്ടുകാരൻ അല്ലേ? പിന്നെ ജയന്തൻ ഉണ്ടായിരുന്നു, പുള്ളി മരിച്ചു പോയല്ലോ.
ഇപ്പം ജീവിച്ചിരിക്കുന്നതിലെ ഏറ്റവും ബെസ്റ്റ് പാട്ടുകാരൻ യേശുദാസും പുള്ളിയും തന്നെ. എനിക്ക് യാതൊരു സംശയവും വേണ്ട. യേശുദാസ് പാടുന്ന പോലെ പാടിയിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ എം ജി ശ്രീകുമാറിൻ്റെ പാട്ടിന് എം ജി ശ്രീകുമാറിൻ്റെതായ ഒരു ഭംഗിയില്ലേ? ആ എന്തൊരു ചെയ്യാലാണെന്നുള്ള പാട്ട് യേശുദാസ് പാടി അത്ര ഭംഗി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വയറ് കത്തിക്കണ്ടേ? അതിനകത്തിരുന്നോളേ അതിനകത്തിരുന്നോളൂ. ആ ഞാൻ കട്ട് ചെയ്യുന്നേ. ആ ഊരാൻ പാടാണെങ്കിൽ അത് ടൈറ്റാ അല്ലേ? അത് നല്ല ടൈറ്റാ അല്ലേ? അതല്ല എൻ്റെ ഒരു ഇളകല്ലേ, അത്രേ ഉള്ളൂ. ഇവരുടെ എങ്ങനെയുണ്ട്, നല്ലതാണോ? ഓരോ കമ്പനി അനുസരിച്ച് മാറ്റം വരും. ചിലപ്പോൾ അത് നല്ല ടൈറ്റായിട്ട് ഇരുന്നോർത്ത് ഇതിരിക്കും. റബ്ബർ എല്ലാത്തിനും ഉണ്ട്, അതിൻ്റെ വലിപ്പമാണ് പ്രശ്നം. അതാണേലും മതി, അത് നല്ല കറക്റ്റായിട്ട് കിടക്കുന്നല്ലേ. അത് അനക്കാത്ത സാധനം, അനക്കേ ഇല്ലാത്ത. ഇതൊന്ന് കാണിച്ചേ. അത് ഇടുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം ചെയ്യട്ടെ. എനിക്ക് ഈ ഫാനിനെ ഒന്ന് ഇങ്ങനെ പിടിക്കണം. എങ്ങനെയുണ്ട്? അങ്ങോട്ട് നിൽക്കണോ? ഒന്നാ പോരെ? ക്ലിയറല്ലേ? എപ്പടി മതി കസേര മുട്ടും. ഇത് ഫ്രണ്ടിലിടാൻ കൊള്ളാവോ ആൾക്കാർക്ക് കാണാൻ? ടൈറ്റിൽ 5 ലീഫുള്ള ഫാൻ, ലൈറ്റുള്ള ഫാൻ, റിമോട്ടുള്ള ഫാൻ, തലക്കെട്ടുള്ള ഫാൻ. ബാലചന്ദ്രനെ മേനെ പോലെ ഒരു തലക്കെട്ടുള്ള ഫാൻ. തലക്കെട്ടുള്ള ഫാൻ ബാലചന്ദ്ര മേനനെ പോലെയാണ്. ബാലചന്ദ്രൻ അപ്പം കയറി കുട്ടൻ ഇന്ന് ഞങ്ങളുടെ മേളിൽ കയറി കിടക്കണം എന്ന് പറഞ്ഞാൽ മൈക്ക് തെറിച്ചു പോകും. അല്ലെങ്കിൽ ഇങ്ങനെ കൈ ഒന്ന് വരയ്ക്കായിരുന്നു. നമ്മൾ ബാലചന്ദ്ര മേനോൻ ഫാനാ. അതെ പിന്നെ ഷാജി കൈലാസിൻ്റെ സിനിമയൊക്കെ പിന്നെ നമ്മൾ വലുതായി കഴിഞ്ഞാൽ കണ്ടത്. ബ്രഷോ ഇറത്തോ എവിടെ? അതേലോ എവിടെ കിടക്കുന്നു? ഒരു കാര്യം ചെയ്യാം, അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്താൽ പിന്നെ ഇനി ഇവൻ്റെയൊക്കെ പിടിപ്പീരായതുകൊണ്ട് അറിയത്തില്ല. സ്വിച്ച് ഓഫ് ചെയ്താലും നെഗറ്റീവ് ഉണ്ടോന്ന്. എവിടെ ടെസ്റ്റാണ് നീ പറയുന്നത്? അതൊന്ന് നിന്നെടുത്തു. ഇതാണ് അതിൻ്റെ റിമോട്ട്. ഇതാണ് റിമോട്ട്. ഇതാണ് ഈ ഫാൻ്റെ വാട്സിൻ്റെ ഫാൻ്റെ റിമോട്ട്. ഇത് ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ നല്ല ഓഫറിൽ ഈ ഫാനുണ്ട്. 5 ലീഫ് ഫാന്. ഹോളിലൊക്കെ ഇടാൻ നല്ല ഭംഗിയാണ്. പുതിയ വീട് പണിയുന്നവർക്കൊക്കെ വന്നാൽ 5 ലീഫ് ഫാൻ. അതിൻ്റെ കറയിൽ തുടങ്ങുന്നുണ്ടോ? BLDC ഫാൻ. അതിപ്പോൾ 5. അതിൻ്റെ സ്പീഡൊക്കെ കാണിക്കാം. നല്ല സ്പീഡാണ്, വെട്ടിക്കെട്ട് സ്പീഡാണ്. നല്ല സൂപ്പർ സ്പീഡാണ്. നല്ല കാറ്റുമുണ്ട്. പിന്നെ ഇതിൻ്റെ എക്കോ ഇട്ടാൽ ഒരു മീഡിയം സ്പീഡിൽ കറങ്ങും. പിന്നെ സ്മാർട്ട് മോഡുണ്ട്. സ്മാർട്ട് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ സ്പീഡ് കുറഞ്ഞ് ഓഫായി വരും സ്മാർട്ട് ഇട്ട് കഴിഞ്ഞാൽ. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ 6 ഇട്ടിട്ട് സ്മാർട്ട് ഇട്ടാൽ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ സ്പീഡ് കുറഞ്ഞ് വരും. പിന്നെ നമുക്ക് റിവേഴ്സ് കറക്കാം. ഇങ്ങനെ റിവേഴ്സ് മോഡുണ്ട്. ഇത് കണ്ടോ, റിവേഴ്സ് മോഡാണ് ഇപ്പോൾ കറങ്ങുന്നത്. ഈ പൊടിയൊക്കെ അത് ഫാനെ വീണിട്ടുണ്ടെങ്കിൽ അത് റിവേഴ്സ് കറങ്ങി ഈ പൊടി മുഴുവൻ പറന്ന് പൊക്കോളും. ഫാനിൻ്റെ അടിയിൽ പിടിക്കുകയില്ല. അതാണ് റിവേഴ്സ് മോഡുണ്ട്. പിന്നെ അതിൽ തന്നെ തിരിച്ച് നോക്കി കഴിഞ്ഞാൽ ഫാൻ തിരിച്ച് കറങ്ങും. അപ്പോൾ പതുക്കെ സ്റ്റോപ്പായിട്ട് തിരിച്ച് കറങ്ങും. പിന്നെ ലൈറ്റ് നോക്കൂ. ഇത് അതിന് വെട്ടം കുറയ്ക്കാം ലൈറ്റിൻ്റെ. കണ്ടോ?
ചെറിയ ലൈറ്റ്, വലിയ ലൈറ്റ്, അതിൽ കൂടിയ ലൈറ്റ്, അതിൽ കൂടിയ ലൈറ്റ്, അതിൽ കൂടിയ ലൈറ്റ്. ഇനി അടുത്ത ഫോം എന്നാന്ന് വെച്ചാൽ ഒന്നുകൂടെ നോക്കിയാൽ ഓഫ് വാം ലൈറ്റ്. അത് നമുക്ക് കുറയ്ക്കാം, കൂട്ടാം. രാത്രി കിടന്നിട്ട് ലൈറ്റ് ഇങ്ങനെ കുറച്ച് വിടാം, കൂട്ടി ഇടാം. ബെഡ്റൂമിലൊക്കെ കിടന്നിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അടുത്തത് വാമും വൈറ്റും കൂടെ കൂടി, പിന്നെ ഓഫ്, വീണ്ടും ഒന്നുകൂടെ ഞെക്കിയാൽ വൈറ്റ്, വാമും വൈറ്റും. 3 മോഡാണുള്ളത്. അതിന് പല റേഞ്ചുമാണുള്ളത്. നമുക്ക് വെട്ടമൊക്കെ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. പിന്നെ 3 hour 8 hour 3 hour 4 hour 8 hour സ്പീഡ് ചെയ്യാം. പിന്നെ ഏറ്റവും സ്പീഡ് വേണമെങ്കിൽ ബൂസ്റ്റ് ഇട്ടാൽ മതി. ബൂസ്റ്റ് ഇസ് അവർ എനർജി. ബൂസ്റ്റ് ഇടുവാണ്. ബൂസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്പീഡ് ബൂസ്റ്റ് വേണം. അടിപൊളി. എന്നാ സ്പീഡാണെന്നുണ്ടോ ബൂസ്റ്റ്. ഭയങ്കര കാറ്റ്, അസാധ്യ കാറ്റ്, സൂപ്പർ കാറ്റ്. ഇനി ആ വാട്സിൻ്റെ ഫാനിൻ്റെ കൂടെ ഒന്ന് കാണിച്ചാൽ, ഇതാണ് വാട്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ 5 ലീഫിൻ്റെ കൂട്. മറ്റേ കൂടെ ഒന്ന് കാണിച്ചാൽ ഇൻസിയാൻ്റെ കൂടെ അവിടെ ഇരിപ്പുണ്ട്. നല്ല ഡിസ്പ്ലേയിൽ ഇരിക്കുന്ന കാണിച്ചാൽ മതി. BLDC സീലിംഗ് ഫാൻ ഇവോൾവ് 5XL, ഹൈ സ്പീഡ്, 3 year ഫുൾ വാറണ്ടി, 5 star റേറ്റിംഗ് ഒക്കെ ഉള്ള അടിപൊളി ഫാനാണ്. RF റിമോട്ട്, ഇൻ്റലിജൻറ്റ് മെമ്മറി, 28 വാട്ട്സ്, റിവേഴ്സ് റൊട്ടേഷൻ, HP കട്ട് ഓഫ്, ഹൈ വോൾട്ടേജ് കട്ട് ഓഫ് ഉണ്ട്. ഹൈ വോൾട്ടേജൊക്കെ ലൈനിൽ വന്നു കഴിഞ്ഞാൽ അത് കട്ട് ഓഫായി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ബോർഡാണ്. നല്ല ബോർഡാണ് വാട്സിൻ്റെ. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അയച്ചു തരാം, കൊറിയർ അയച്ചു തരാം. നല്ല ഫാനാണ്. ഇപ്പം നല്ല ഓഫറുണ്ട് ഈ ഫാനിന്. ഇതിൻ്റെ MRP ഒക്കെ ഇച്ചിരി കൂടുതലാണെങ്കിലും അത് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് തരാം. ഇതിൻ്റെ MRP 7600 രൂപ വരുന്നതാണ്. അതിലൊക്കെ വളരെ നല്ല ഓഫറിൽ നമുക്ക് ഈ ഫാന് ചെയ്തു തരാൻ പറ്റുന്നതാണ്. വേണ്ടവർ നമ്മളെ 9447208809 എന്നുള്ള നമ്മളെ നമ്പറിൽ വിളിക്കുക. ഇതാണ് അതിൻ്റെ വാറണ്ടി കാർഡ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വാറണ്ടി സർവീസ് കിട്ടും. അപ്പം വേണ്ടവർ വിളിക്കുക. നല്ലൊരു ഡൈനിങ് ഹോളിലും ഡൈനിങ്ങിലും പാൻട്രിയിലും വേണ്ട ബെഡ്റൂമിൽ എവിടെ വേണമെങ്കിലും ഇടാവുന്ന നല്ലൊരു ഫാനാണ്. ഇതിനകത്ത് സ്മാർട്ട് ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്മാർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം 6 കറങ്ങുന്നെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ അത് 5 1 മണിക്കൂർ കഴിയുമ്പോൾ 4 ഒന്നുകൂടെ കഴിയുമ്പോൾ 3 പിന്നെ 1 മണിക്കൂർ കഴിയുമ്പോൾ 2 നേരം വെളുക്കുമ്പോൾ ഫാൻ ഓഫായിക്കോളും. അപ്പം നമുക്ക് തണുപ്പ് കൂടുന്നതനുസരിച്ച് ഫാനിൻ്റെ സ്പീഡ് കുറഞ്ഞ് നമുക്ക് വാദം പിടിക്കാതെയും പിത്തം പിടിക്കാതെയും കാലിന് വേദന ഉണ്ടാകുകയും മസിൽ കയറാതെയും സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന അതിമനോഹരമായ വാട്സ് എന്ന കമ്പനിയുടെ 3 വർഷം വാറണ്ടിയുള്ള 5 ലീഫുള്ള ലൈറ്റുള്ള റിമോട്ടുള്ള BLDC 28 വാട്സിൻ്റെ ഫാനാണിത്. പോരെ, ഇതിക്കുള്ളൊന്നും പറയണ്ടല്ലോ, ഹാപ്പിയല്ലേ? അപ്പോൾ ഫാൻ ഒന്നുകൂടെ കാണിച്ചിട്ട് വീഡിയോ നിർത്തി. സ്പീഡൊന്ന് കുറച്ചേരെ. സ്പീഡ് കുറയ്ക്കണം. നിർത്താം, ലൈറ്റ് ഇട്ടിട്ട് നിർത്താം. ഫാൻ നിർത്തി ലൈറ്റ് മാത്രം യൂസ് ചെയ്യാം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഫാൻ വേണ്ട, നമുക്ക് മുറിയിൽ ലൈറ്റ് മതി, എങ്കിൽ ലൈറ്റ് മാത്രമായിട്ടും ഇങ്ങനെ യൂസ് ചെയ്യാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. വാം ലൈറ്റാണെങ്കിൽ നല്ല ഫീലാവും. നല്ല വാം കൂളിങ്. നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ മണ്ടയിൽ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം ഒരു ഫീലിംഗ്, ചില സ്ഥലങ്ങളിൽ ചെന്ന് കയറുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് കിട്ടും. ഹലോ, പറഞ്ഞോ. അതെ, ഇത് കാഞ്ഞിരപ്പള്ളി. ഇതിനകത്ത് വെച്ചു.